പുരാതന കാലം മുതൽ നിലനിൽക്കുന്നത് എന്നർത്ഥം വരുന്ന പുരാണങ്ങൾ 5-ാം വേദം എന്നുകൂടി അറിയപ്പെടുന്നു. 18 പുരാണങ്ങളും അത്ര തന്നെ ഉപപുരാണങ്ങളും ഉണ്ടെന്നാണ് വിശ്വാസം. ഈ പുരാണങ്ങളുടെ കർത്താവ് ആരാണ് എന്നുള്ളത് ചോദിച്ചു കഴിഞ്ഞാൽ വേദവ്യാസനാണെന്നാണ് വിശ്വാസം. ബ്രഹ്മാവിൻ്റെയും വിഷ്ണുവിൻ്റെയും ശിവന്റെയും ഗണപതിയുടെയും ആദിപരാശക്തിയായ ദുർഗയുടെയും ഒക്കെ കഥകൾ പുരാണത്തിൽ അടങ്ങിയിരിക്കുന്നു. പുരാണം രചിക്കപ്പെട്ടിരിക്കുന്നത് സംസ്കൃതത്തിലാണ്. പുരാണങ്ങളുടെ കർത്താവ് വേദവ്യാസനാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞല്ലോ 18 പുരാണങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞു. ഈ 18 പുരാണങ്ങളും പുരാണങ്ങളെ പറ്റിയും ഈ ക്ലാസ്സിൽ ഈ ചെറിയൊരു വീഡിയോയിൽ ഞാൻ പറയുന്നില്ല. പ്രധാനപ്പെട്ടിട്ട് നമുക്ക് പഠിക്കാനായിട്ട് നമുക്ക് ക്വസ്റ്റ്യൻ വരാൻ സാധ്യതയുള്ള ചില ഭാഗങ്ങൾ മാത്രം നമുക്കൊന്ന് പരിശോധിക്കാം. ബ്രഹ്മപുരാണമുണ്ട്, വിഷ്ണു പുരാണമുണ്ട്, ശിവപുരാണം, ഭാഗവത പുരാണം. ഭാഗവത പുരാണമാണ് ശ്രീമദ് ഭാഗവതം എന്നറിയപ്പെടുന്നത്. അപ്പോൾ ഭാഗവത പുരാണം ശ്രീമദ് ഭാഗവതം രചിച്ചത് വേദവ്യാസനാണ്. അതുപോലെ തന്നെ പാപകർമ്മങ്ങളും അല്ലെങ്കിൽ നരകയാതനകള് ഇവയെക്കുറിച്ചൊക്കെ വിവരിക്കുന്നത് ഏത് പുരാണത്തിലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നാരദ പുരാണത്തിലാണ്. ഏകദേശം 18,110 ശ്ലോകങ്ങളാണ് നാരദ പുരാണത്തിലുള്ളത്. അതുപോലെ തന്നെ ശ്രീകൃഷ്ണ പരമാത്മാവിൻ്റെ ചരിത്രം, ദ്വാരകയുടെ ചരിത്രം, പ്രപഞ്ച തത്വമൊക്കെ അടങ്ങിയിരിക്കുന്ന മാർക്കണ്ഡേയ പുരാണത്തിലെ 8,000 ശ്ലോകങ്ങളുണ്ട്. അതുപോലെ മൃത്യുഞ്ജയ മന്ത്രത്തെക്കുറിച്ചും സരസ്വതി സ്തോത്രത്തെക്കുറിച്ചും ശിവന്റെ അവതാരങ്ങളെക്കുറിച്ചും ശിവന്റെ 28 അവതാരങ്ങളെക്കുറിച്ചും ഒക്കെ പ്രതിപാദിക്കുന്ന പുരാണമാണ് ലിംഗപുരാണം. അതിൽ 11,000 ശ്ലോകങ്ങൾ അടങ്ങിയിരിക്കുന്നു. പിന്നെ ഒരു പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ വരാൻ സാധ്യതയുള്ളതാണ് ക്ഷേത്രത്തിൻ്റെ മഹാത്മ്യങ്ങളെക്കുറിച്ചും ഭാരതത്തിൻ്റെ ഭൂമിശാസ്ത്രപരമായിട്ടുള്ള വിവരണങ്ങളെക്കുറിച്ചുമൊക്കെ അടങ്ങിയിരിക്കുന്ന സ്ഥലങ്ങളെക്കുറിച്ചും പ്രത്യേകതകളെക്കുറിച്ചും ക്ഷേത്രാചാരങ്ങളെക്കുറിച്ചും ഒക്കെ പറയുന്ന പുരാണമാണ് സ്കന്ദപുരാണം. സ്കന്ദപുരാണത്തിൽ ഏകദേശം 81,100 ശ്ലോകങ്ങളുണ്ട്. 81,100 ശ്ലോകങ്ങളാണ് ഉള്ളത്. അതുപോലെ തന്നെ നമുക്ക് എല്ലാം കേട്ട് പരിചയമുള്ളതാണ് പ്രേതകർമ്മങ്ങൾ, പ്രേതശ്രാദ്ധം, യമലോകം, നരകത്തിലെ ശിക്ഷാരീതികളും ഒക്കെ പറയുന്ന പുരാണമാണ് ഗരുഡ പുരാണം. നമ്മൾ അന്യൻ സിനിമയിലൊക്കെ ഇത് കണ്ടിട്ടുണ്ടാവും അല്ലേ? അപ്പോൾ എന്തായാലും പുരാണങ്ങളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.